എനിക്കിതേ കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ കാലൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ കടയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റയാൻസ് ബിരിയാണി, 50 രൂപയ്ക്ക്. വെൽക്കം ടു നിജിരീസ് വ്ലോഗ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ കണ്ടത് ചെന്നൈ പെറ്റ് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ പോയാലോ? ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് കേട്ടു. അവിടെ പോയൊന്ന് ബിരിയാണി കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ കടയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റയാൻസ് ബിരിയാണി, 50 രൂപയ്ക്ക്. ഹാഫ് ബിരിയാണി എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അതിനുണ്ടാവും. ബീഫ് ബിരിയാണിക്ക് 50, ചിക്കൻ 60. ഓപ്പോസിറ്റ് തന്നെ ഇവരുടെ തന്നെ വേറൊരു കടയുണ്ട്, റയാൻസ് ബിരിയാണിയുടെ സെക്കൻഡ്. എല്ലാം നോക്കുവാണെങ്കിൽ കുഞ്ഞു കടകളാണ്. കുഞ്ഞു കട, അകത്തിരുന്ന് കഴിക്കാനായിട്ടുള്ള സ്പേസ് കുറവായി. അങ്ങനെ സീറ്റൊക്കെ കിട്ടി ഞാൻ ഇതിനകത്ത് കയറിയിരുന്നു. പീപ്പിളാണ് വന്നത്. ഇതാണ് ബീഫ് ബിരിയാണി വന്നത്. ഈ ബീഫ് ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ 50 രൂപ. ഇത് ഈ കാണുന്നതാണ് ബീഫ് ബിരിയാണി. കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി കടയാട്ടോ. ഇരുന്ന് കഴിക്കാനായിട്ട് സ്ഥലം കുറവാണ്, പക്ഷെ ഇവിടെ പാഴ്സലാണ് നിറയെ പൊക്കോണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വന്ന് പാഴ്സൽ മേടിക്കുന്നുണ്ട്. ഒരു പാഴ്സലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ബീഫ് ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു തരാം. എനിക്കിതേ കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ കാലൊക്കെ കഴിക്കാം. ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നിട്ടുണ്ട്. 2 പീസ് ചിക്കൻ ഉണ്ട്, സാധാരണ പോലെ തന്നെ. എല്ലാ ബിരിയാണി 120 രൂപയുടെ ബിരിയാണി മാതിരി തന്നെ. ടേസ്റ്റ് കൊള്ളാം. ചിക്കൻ ബിരിയാണിക്ക് ബീഫ് ബിരിയാണിക്ക് ടേസ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആട്ടോ. കളറൊക്കെ ചോറിൻ്റെ ഒരുപോലെ ഇരിക്കുന്ന ഒരു ടേസ്റ്റ് എൻ്റെ ഡിഫറെൻ്റ്. രണ്ടും നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു നാടൻ സ്റ്റൈൽ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ചെന്നൈ ബിരിയാണി. ഇവിടെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്യാണങ്ങളിലൊക്കെ കിട്ടുന്ന ബിരിയാണിക്ക് ടേസ്റ്റാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടത്തെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ആർട്ടിഫിഷ്യലായിട്ട് ഇവരൊന്നും ചേർക്കത്തില്ല, കളറിനോ ഒന്നിനും. വീട്ടിൽ എങ്ങനെയാണ് ഒരു ബിരിയാണി അതുമാതിരി തന്നെ ആയിരിക്കും. സൂപ്പർ, നല്ലതായിട്ടുണ്ട്. ഇതാണ് ബീഫ് ബിരിയാണി. ഇതിന് ഞാൻ മുമ്പേ ഒരു ഓപ്പോസിറ്റ് ഒരു കട കാണിച്ചില്ലേ, റയാൻ്റെ തന്നെ സെക്കൻഡ് ബ്രാഞ്ച്. അവിടെ നമുക്ക് ഫ്രൈഡ് റൈസ്, ബീഫ് 65, ചിക്കൻ 65, ബീഫ് തവ, അങ്ങനെ നിറയെ വെറൈറ്റി ഡിഷസ് അവിടെ കിട്ടും. ഇവിടെ കൂടുതലും ബിരിയാണി, അതായത് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ 65, ബീഫ് 65, അതൊക്കെ അപ്പുറത്തുനിന്ന് അവർ ഷെയർ ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നതാണ് കൂടുതലും. പിന്നെ ഫുഡിൻ്റെ വിലക്കുറവിലല്ല കേട്ടോ കാര്യം. വില കുറവാണ്. വില കുറവിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഫുഡ് തരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സൂപ്പർ, നല്ല ഫുഡാട്ടോ. ക്വാളിറ്റി ഫുഡാണ്. വിലക്കുറവിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡും കൂടെയാണ്. അപ്പോൾ അതെ, ഞാൻ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇതാ കാണുന്നതാണ് നമ്മുടെ കട. അതിന് മുന്നിൽ തിരക്ക് കണ്ടല്ലോ, ക്യൂ ആണ് അവിടെ. പാഴ്സൽ മേടിക്കാനുള്ള ക്യൂ ആണ് അവിടെ. മോസ്റ്റ്ലി ആൾക്കാർ പാഴ്സലാട്ടോ മേടിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു, ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. ഞാൻ യൂഷ്വലി നിറയെ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ എന്നെക്കൊണ്ട് ആ ഒരു ബിരിയാണി കഴിച്ചു തീർക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നോർത്ത് കഴിച്ച്, അത്രേ ഉള്ളൂ. നല്ലതായിരുന്നു. എല്ലാവരും ഇവിടെ വരുവാണെങ്കിൽ പാരീസിൻ്റെ അടുത്ത് വന്നിട്ട് ബർമ സ്ട്രീറ്റിൻ്റെ അടുത്താണ്. ഇവിടെ ഉള്ളിലോട്ട് വരുമ്പോഴാണ് റയാൻസ് ബിരിയാണി. അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവിടെ പാരീസിലൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും അത് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ രൂപയ്ക്ക് എന്നാണേലും നല്ല ബിരിയാണി ആയിരിക്കും. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ബീഫ് 65, ചിക്കൻ 65 ഒക്കെ ഉണ്ടെന്ന്. ബീഫ് 65 രണ്ടിനും വന്നിട്ട് 70 രൂപയാണ്. രണ്ടിനും ഒരേ വിലയാണ്, 70 രൂപ. പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ എന്താണല്ലോ അതിൽ കൂടുതലാവും. എന്തായാലും എല്ലാവരും വന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വേറൊരു വ്ലോഗിൽ കാണാം. പിന്നെ ഇനി ഇതിലും കുറവ് പൈസയ്ക്ക് നല്ല ഫുഡൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാം. പുതിയ ഫുഡിങ് എക്സ്പ്ലോറിംഗ് ഒക്കെ വരുന്നുണ്ട് നമുക്ക്.